അമ്മയുടെ സ്വഭാവം അറിയാം. അതിന് മറ്റുള്ളവരുടെ മുമ്പ് ചെന്നെ എന്തിനാ അവമാനിക്കുന്നു? ഇനി അതിനുള്ള ഇടവരുത്തിയില്ല. ആ വീട്ടിലേക്ക് നീ കാലുകുത്തിയാലല്ലേ? അതിനിപ്പോ എന്തുണ്ടായി? എന്നെ പോലെ ഒരു പാവപ്പെട്ട വാദ്യക്കാരുടെ കൂടെ ഇറങ്ങി പോരാൻ നിന്നെയോ മോളെ പറഞ്ഞേക്കാൻ നിന്റെ അമ്മയോ ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. ഇത്ര ശോഭിക്കാൻ ഇപ്പൊ എന്തുണ്ടായി? അമ്മയുടെ ആഗ്രഹം ഉറക്കെ പറഞ്ഞൊന്നും നടക്കാൻ പാടില്ലാത്ത അല്ലല്ലോ. ആഗ്രഹം ഉറക്കെ പറഞ്ഞല്ല, എന്റെ കുറവുകൾ മറച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മായി പറഞ്ഞു ശരിയാണ്. അമ്മ എന്ത് പറഞ്ഞു? ദേഷ്യം വന്നാൽ നിങ്ങൾ മറ്റൊരു മനുഷ്യനാവുമെന്ന്. ആയിരിക്കും. എവിടെ പോന്നു? വല്ലാത്ത ചൂട്, അല്പ കാറ്റ് കൊള്ളാൻ. സ്കൂളിലെ ടീച്ചേഴ്സ് മാത്രമല്ല, ഗ്രാമവാസികൾ പോലും, ഒരുപക്ഷെ എട്ടും പൊട്ടും തിരിയാത്ത നമ്മുടെ സ്റ്റുഡൻസ് പോലും കഥകൾ ചമച്ച് അർച്ചനയെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വെല്ലുവിളി നമുക്ക് സ്വീകരിച്ചുകൂടെ? ഞാൻ ഇതുവരെയും ഒരു സ്ത്രീയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. വിവാഹം കഴിക്കുന്നതും അച്ഛനമ്മമാരാകുന്നതും സർവ്വസാധാരണമാണ്, ആർക്കും കഴിയുന്ന കാര്യമാണ്. അർച്ചനയ്ക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാം. സുഖു, നമ്മുടെ ചോരൊക്കെ എന്തിനാ അവന്മാര് തല്ലി പൊട്ടിക്കുന്നത്? അവര് ടെലിഫോൺ കമ്പി വലിക്കുകയാണ്. എങ്ങോട്ട്? അവളെ വിളിച്ച് ചോദിച്ചു നോക്കി. നീ എന്താ ഒന്നും നേരെ ചൊവ്വേ പറയാത്തത്? എന്താ മോനെ, നിനക്ക് സുഖമില്ലേ? എനിക്ക് അസുഖം അമ്മ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? എങ്ങോട്ടാ മോളെ ടെലിഫോൺ കമ്പി വലിക്കുന്നത്? നമ്മുടെ വീട്ടിലേക്ക് തന്നെ. ഓ, അപ്പൊ സുഖു വീടിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. ഇല്ലമ്മായി, ഇത് വീട്ടിൽ നിന്ന് അമ്മ ഏർപ്പാട് ചെയ്തതാ. ഏതായാലും നന്നായി മോളെ. എനിക്കും നിന്റെ അമ്മയ്ക്കും വേണമെന്നുള്ളപ്പോഴെല്ലാം ഇനി സംസാരിക്കാമല്ലോ. പാവത്തിന് ഓടി ഓടി ഇങ്ങോട്ട് വരേണ്ടി വരില്ല. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സുഖുവിന് വല്ലാത്ത ഒരു മാറ്റം. എന്തു പറ്റിയവന്? ഒന്നുമില്ല. അവന് ദേഷ്യം വന്നാൽ ഉരിയാടാതെ ഒരേ ഒരു ഇരിപ്പാണ്. 3-4 ദിവസമായി അവന് വല്ലാത്ത മൗനം. അമ്മായി പോലും ചോദിക്കുന്നു എന്തു പറ്റിയെന്ന്. ദേഷ്യം പിടിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാലേ തൃപ്തിയാകൂ, അല്ലേ? എനിക്കെന്തിന്? ആരോട് ദേഷ്യം? എന്തിനോ?
ആരോടോ? അമ്മ ഏതാണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദിവസങ്ങളും കുറെയായി. അതിനെന്നും മുഖം വീർപ്പിച്ചിരിക്കണോ? ഞാൻ മുഖം വീർപ്പിച്ചിരിക്കാന്ന് ആര് പറഞ്ഞു? പിന്നെ നിനക്ക് ചെവി കേൾക്കാമോ? കേൾക്കാം. ആ ഓരോ അടി എന്റെ തലക്കാണ് കൊള്ളുന്നത് നിനക്കറിയാമോ? ഇപ്പൊ മനസ്സിലായി. ഇവിടെ ടെലിഫോൺ വെക്കുന്നതിൽ ഇത്ര വിരോധം ഉണ്ടായിരുന്നെങ്കിൽ അത് അമ്മയോട് തുടങ്ങിയപ്പോഴേ പറയാമായിരുന്നില്ലേ? നിന്റെ സൗകര്യത്തിനാവും ടെലിഫോൺ വെക്കുന്നത്. അത് ഞാനെന്തിന് തരണം? എന്റെ സൗകര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഈ മുഖം വീർപ്പിച്ചിരിക്കുന്ന എന്റെ കാര്യം എന്താ? എന്റെ അഭിമാനമാണ് വ്രണപ്പെടുന്നത്. നീ അത് മനസ്സിലാക്കുന്നില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ വേദന. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ആര് പറഞ്ഞു? അമ്മയുടെ ടെലിഫോൺ വെക്കാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങളുടെ ദുരഭിമാനത്തിന് അത് സഹിക്കാൻ സാധിക്കുന്നില്ല. വിവാഹം കഴിച്ചു പോയെന്ന് വെച്ച് എന്റെ വീട്ടുകാർക്ക് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ലേ? എന്റെ അച്ഛനമ്മ എനിക്ക് ആരുമല്ലേ? കുഞ്ഞിന്റെ അമ്മ വരുന്നുണ്ട്. ഈശ്വരനെ വിചാരിച്ച് അമ്മയുടെ മുൻപിൽ മുഖം വീർപ്പിച്ചിരിക്കരുത്. അർച്ചന എവിടെ? അടുക്കളയിലായിരിക്കും. ആ ഇതാ വരുന്നുണ്ടല്ലോ. ടെലിഫോൺ കണക്ഷൻ നേരെ കൊടുത്തിട്ടുണ്ടോ നോക്കാവുന്നതാ. അതിന് അമ്മയോട് ഇങ്ങോട്ട് വരണോ? ഇതാണോ എന്റെ ഡ്രോയിങ് റൂം? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഇതൊക്കെ അടുക്കളയിൽ മാറ്റി കെട്ടണമെന്ന്. അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ട് അധിക നാളായില്ലല്ലോ. അതിനു മുമ്പ് നിന്റെ കലാബോധം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നഷ്ടപ്പെട്ടോ? എന്തിനാ അമ്മേ? ഇതൊക്കെ ഇവിടുന്ന് മാറ്റി ഇവിടെ വൃത്തിയാക്കണം. വേണ്ട, ഇതൊക്കെ ഇവിടെ തന്നെ കിടന്നാ മതി. ആവശ്യമില്ലാതെ അലോഹ്യം ഉണ്ടാക്കരുത്. അമ്മ ഇങ്ങനെ പറഞ്ഞാൽ അമ്മ എന്ത് വിചാരിക്കും? നീ ഒന്നും ഉണ്ടായിരിക്കോ? നിന്റെ ഒരു അമ്മായി. ടെലിഫോൺ എവിടെ വെച്ചാൽ സൗകര്യമായിരിക്കും? വേണ്ടമ്മേ, ടെലിഫോണിന്റെ കാര്യം അങ്ങ് വിട്ടേക്കും. എന്ന് വെച്ചാൽ അമ്മ ഓരോരിക്കൽ കാണിക്കുന്ന കണ്ടാൽ എന്റെ കാര്യമാ കഷ്ടത്തിലാവുന്നത്. ടെലിഫോൺ ഇല്ലാഞ്ഞിട്ട് എനിക്ക് എന്ത് കരാറായിരുന്നു? ഇളയച്ചനോടും ഇളയമ്മയോടും അദ്ദേഹം വൈസ് പ്രിൻസിപ്പൽ ആകാൻ പോകുന്നു, ഇംഗ്ലണ്ടിൽ തീസിസ് എഴുതാൻ പോകുന്നു എന്നൊക്കെ എന്തിന് കള്ളം പറഞ്ഞു? കള്ളം പറഞ്ഞതോ? തലപൊക്കി നടക്കാൻ. പിന്നെ അല്ലാതെ അവൻ കാശിന് കൊള്ളാത്തവനാണെന്ന് പറയണോ? അമ്മേ, എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. കഷ്ടിച്ച് വരുമാനമുള്ളവനാണ് നിന്റെ ഭർത്താവ്. അത് രണ്ടുപേർക്കും ഓർമ്മ വേണം. സുഗു ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഹാ, ഞാനന്ന് ചിലതൊക്കെ പറഞ്ഞു. അത് സുഗുവിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി. ആർക്കാ ഇഷ്ടപ്പെടുക? നീ ഉണ്ടായിരിക്കും. ഞാൻ നിന്നോടല്ല സംസാരിച്ചത്, സുഗുവിനോടാണ്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ദേഷ്യപ്പെട്ടുണ്ടോന്നും കാര്യമായില്ല. വീട്ടുകാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ അന്വേഷിച്ചേ പറ്റും. ഞാൻ എന്നും ജീവിച്ചിരുന്നു വരില്ല. എന്റെ പേന എവിടെ? പുറത്തേക്ക് പോവുകയാണോ? അതെ. വെള്ളിയാഴ്ച അവധി ദിവസമാണ്. കോളേജ് ഉണ്ടാവില്ല. അന്ന് രവിയുടെ പിറന്നാളാണ്. അർച്ചനയും കൂട്ടി ഉണ്ണാൻ നേരത്തെ വരണം. എന്നോട് പറയണ്ട, അമ്മയോട് പറഞ്ഞാ മതി. നിൽക്ക്. എത്ര നാൾ എന്നിൽ നിന്നും ഇതൊക്കെ മറച്ചു വെക്കാൻ നിന്റെ വിചാരം? ഇതൊക്കെ കണ്ടിട്ടും ഞാൻ വിശ്വസിക്കണം നിനക്കിവിടെ പരമസുഖമാണെന്ന്, അല്ലേ? എന്റെ പൊന്നമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ സന്തോഷം കണ്ടെത്തിക്കൊള്ളാം. അമ്മ ദേഷ്യപ്പെടരുത്. ദയവ് ചെയ്ത് അമ്മ ഇനി അടിക്കടി ഇവിടെ വരരുത്. ഞാൻ വന്ന നിനക്കെന്താടി ദോഷം? എനിക്കെന്ത് ദോഷമെന്നോ? എനിക്ക് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അമ്മയെ വിശ്വസിപ്പിക്കാനും കഴിയുന്നില്ല. ഞാൻ പറയുന്നതിൽ അമ്മ തെറ്റിദ്ധരിക്കരുത്. ശരി, എന്നാ ഞാൻ നിന്നോട് പറയുന്നു. നിന്റെ വേണ്ട, അമ്മ ഒന്നും പറയണ്ട. എനിക്ക് നിന്റെ അമ്മായിയുടെ കാല് കെട്ടിപ്പിടിച്ച് എന്റെ മോളെയും അവളുടെ ഭർത്താവിനെയും വീട്ടിലേക്ക് അയക്കണമെന്ന് യാചിക്കാൻ മനസ്സില്ല. വെള്ളിയാഴ്ച അവൻ നിന്നെയും കൂട്ടി വീട്ടിലേക്ക് വരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഫോൺ എവിടെ വെക്കണമെന്ന് മേസ്ത്രിയോട് ഞാൻ പറഞ്ഞോളാം. ഹലോ, നീയാണോ? ഭാരതിയാ.
ചേട്ടൻ എന്തേന്ന് ചേച്ചി? ഉറക്കായോ? ആ, ഉറക്കമായി. ചേച്ചി എന്താ ഉറങ്ങാത്ത? എനിക്കൊരു മൂക്കടപ്പ്, ഉറക്കം വരുന്നില്ല. വിച്ചിരിപ്പില്ലേ അവിടെ? ഉണ്ടുണ്ട്. നന്നായി ഒന്ന് ആവി പിടിച്ചിട്ട് കിടക്ക്. ശരി. ആ, രവിയങ്കളുടെ പിറന്നാളിന് വരുമ്പോ ചേട്ടനെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം. ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ആർക്കാ ഫോൺ ചെയ്യുന്ന? ചേച്ചിക്ക് ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. വേണ്ട, ഇനി അവളെ വിളിക്കണ്ട. എത്ര പ്രാവശ്യമായി? വാ. അവൻ ഇനിയും വന്നില്ലേ മോളെ? എത്ര നേരമായി നീ കാത്തു നിൽക്കുന്നു? ഇപ്പൊ തന്നെ വൈകി. അവരൊക്കെ എന്ത് വിചാരിക്കും? ഇനിയും വന്നില്ലല്ലോ കാണുന്നവരെ. ഇതെല്ലാം അവന്റെ പണിയാണ്. അവനും ആ കഴിവും കൂടെ അവളുടെ മാത്രമല്ല എന്റെ സ്വൈരവും കെടുത്തു. രവിയെ കൂട്ടി കാറി കൊണ്ടത്. വേണ്ട വേണ്ട, വല്ലാത്ത സ്വഭാവമാണ് അവന്റെ. തെറ്റിദ്ധരിച്ചെന്ന് വരും. എന്താ ചേച്ചി, അവരെ കാണുന്നില്ലല്ലോ. ഫോൺ ചെയ്തിട്ട് അവൾ എന്ത് പറഞ്ഞു? ഫോൺ എടുക്കുന്നില്ല. അമ്മായി വരുന്നു മോളെ. ഞാൻ പോയിട്ട് വരാം. മോളെ നടന്നു പോകരുത്, ഓട്ടോറിക്ഷ പിടിച്ച് പോയാ മതി. ശങ്കരനെ കൂടെ വിടാം. വേണ്ട, നേരമായി, ഞാൻ പോയിക്കോളാം. അർച്ചന ഇനിയും കാണുന്നില്ലല്ലോ. ആ, മാസം അവസാനല്ലേ, കൈ കാശൊന്നും കാണില്ല. പിറന്നാൾ സമ്മാനം ഒന്നും ഇല്ലാതെ വെറും കൈയോടെ വരാൻ അദ്ദേഹത്തിന്റെ ദുരഭിമാനം സമ്മതിക്കുന്നില്ലായിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു അങ്കിൾ. ആ, സുഖു വന്നില്ലേ മോളെ? ഇത് മാസാവസാനമാണ്. കയ്യിൽ കാശൊന്നും കാണില്ല. പിറന്നാൾ സമ്മാനമൊന്നും ഇല്ലാതെ വെറും കൈയോടെ വരാൻ അദ്ദേഹത്തിന്റെ ദുരഭിമാനം സമ്മതിക്കുന്നില്ലായിരിക്കും. ആ, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും. ഇത് വളരെ വില കൂടിയ വാച്ചാണല്ലോ. സമ്മാനത്തിന് വിലയില്ലെങ്കിൽ കൊടുക്കുന്ന ആളിനും വിലയില്ല. പക്ഷേ ഇതത്രയ്ക്ക് വില കൂടിയതല്ലോ, പ്രത്യേകിച്ച് രാജുവേട്ടന്. ഈയിടെയായി നിന്റെ വാക്കുകൾക്ക് മൂർച്ച കൂടുന്നുണ്ട്. എന്തോ? ചേച്ചി, ഇതെന്താ? രാജുവേട്ടൻ കൊണ്ടുവന്ന സമ്മാനമാ. നന്നായിരിക്കുന്നല്ലേ? ഒന്ന് ചിരിക്കു ചേച്ചി. സുഖം എവിടെ മോളെ? വൈകിട്ടും വന്നില്ല, ഞാനിങ്ങി പോന്നു. അച്ഛാ, എന്ത് നല്ല വാച്ചാ നോക്കി. ചേച്ചി വാങ്ങിക്കൊണ്ട് വന്നതാ. വില കൂടിയതാണെന്നാ രാജുവേട്ടൻ പറഞ്ഞത്. എന്തിനാ മോളെ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? ഇത് നിന്റെ വീടല്ലേ, സുഖു കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ, അത് നീ ഇങ്ങനെ കണ്ടമാനം ചെലവാക്കിയാൽ. അച്ഛാ, എവിടെയായിരുന്നു നീ ഇതുവരെ? കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു. ഞാൻ വെറും മണ്ടിയാണെന്ന് നീ കരുതരുത്. നീ ഇന്ന് വരെ ഇത്രയും വൈകി വന്നിട്ടുണ്ടോ? പിന്നെ ഇന്ന് മാത്രം വളരെയധികം ജോലി കൂടുതൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? അവർക്ക് ഞാൻ പോയാലും ഇല്ലെങ്കിലും ഒരുപോലാണ്. അവർക്ക് വേണ്ടി അവൾ പോയിട്ടുണ്ടല്ലോ. പിന്നല്ലാതെ അവൾ എന്ത് ചെയ്യണം? നിന്നെ വിവാഹം കഴിച്ചെന്ന് വെച്ച് കുടുംബവുമായുള്ള ബന്ധം അവൾക്ക് മുറിച്ചെറിയാൻ കഴിയുമോ? പാവം പെണ്ണ് ഇന്ന് വൈകുന്നേരം അനുഭവിച്ച വെപ്രാള. പൊട്ടിക്കരഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒടുവിൽ ഞാനാ നിർബന്ധിച്ചയച്ചത്. ഒരു കാര്യം സുഖം, എനിക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് കുറെ കൂടി പോണു.
ദേവി പ്രസീദ പ്രസീദ, ദേവി പ്രസീദ പ്രസീദ, ദേവി. ദേവി പ്രസാദിക്കുന്ന മട്ടിലല്ലല്ലോ. അർച്ചനെ, ഈ രാത്രി നമ്മുടെ രണ്ടാമത്തെ പ്രഥമ രാത്രി ആയിരിക്കും. എന്ന് വെച്ചാൽ ദേഷ്യപ്പെടരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇന്ന് എന്റെ വീട്ടിൽ വരാത്തതിൽ അമ്മ എന്നെ ശരിക്കും ശകാരിച്ചു. വരാത്തതിൽ എനിക്ക് മനസ്സിന് ദുഃഖമുണ്ട്. ഐ എം സോറി. വെറും കേടെയാണോ പോയത്? ചെവിക്ക് എന്തെങ്കിലും ഒരു സമ്മാനമായി കൊണ്ട് പോയിരുന്നില്ലേ? ഒരു ബർത്ത്ഡേ പ്രസന്റ്. 5 മണിവരെ ജോലി കഴിഞ്ഞ് രാത്രി 10 മണിവരെ ട്യൂഷൻ എടുക്കാൻ പോകുന്ന ഒരാളിന്റെ ഭാര്യയിൽ നിന്നും അവരൊരു സമ്മാനം പ്രതീക്ഷിക്കുന്നില്ല. നിൽക്കൂ അർച്ചനെ. എത്ര ഉത്സാഹത്തോടെയാണ് ഞാൻ ഈ മുറി അലങ്കരിച്ചത് നിനക്കറിയാം. നീ ഒന്ന് നോക്കുപോലും ചെയ്തില്ലല്ലോ. സാമ്പ്രാണിത്തിരിയും കത്തിച്ചു വെച്ച് കുറെ മുല്ലപ്പൂക്കളും വാരി വിതറിയാൽ എല്ലാമായി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അർച്ചനെ, ഈ രാത്രി പിണങ്ങരുത് പ്ലീസ്. ഈ രാത്രി അപമാനത്തിന്റെ രാത്രിയാണ്. ഞാൻ എന്തുമാത്രം അപമാനിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ മെത്ത പട്ടും സിൽക്കും കൊണ്ട് അലങ്കരിക്കില്ലായിരുന്നു. സാമ്പ്രാണിത്തിരി കൊളുത്തി വെച്ച് പുഷ്പാഭിഷേകം നടത്തില്ലായിരുന്നു. ഞാൻ വെറും ഒരു കളിമൺ പ്രതിമയാണെന്ന് കരുതിയോ?